അഫ്ഫാനെ ഈ രീതിയിൽ കാണേണ്ടി വരുമെന്ന് ആരും വിചാരിച്ചില്ല. ഈ ഇടവരെ മാന്യനായി ഈ നാട്ടിൽ ജീവിച്ചൊരു യുവാവ് ഇപ്പോൾ ഒരു കൊടും കുറ്റവാളിയായി കയ്യാമം വെച്ച് ജനിച്ച വീട്ടിലേക്ക് പുച്ഛത്തോടെയും അമർഷത്തോടെയും നോക്കി നിന്നവരിൽ പലരും പറഞ്ഞു, കഷ്ടം, ആ ഇളയകുട്ടി അതെന്തു പിഴച്ചു, പാവം ഫർസാന, അവളും ചതിക്കപ്പെട്ടു. നടുത്തളത്തിൽ പടർന്ന് കട്ടപിടിച്ച് കിടക്കുന്ന രക്തത്തിൽ നിന്ന് പിന്നെയും സാമ്പിൾസ് ശേഖരിക്കുന്നു. അതിനടുത്ത് കുടിക്കാനായി വാങ്ങിയ ശീതളപാനീയത്തിൻ്റെ കുപ്പി കാണാം. വാർത്തകൾ പകർത്തി ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പാടുപെടുന്ന ഒരു മാധ്യമ സുഹൃത്താണത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൻ്റെ അവസാനഘട്ട തെളിവെടുപ്പിനായി പ്രതി അഫ്ഫാനെ വെഞ്ഞാറമൂടുള്ള ഈ വീട്ടിലേക്ക് ഉടൻ തന്നെ എത്തിക്കുമെന്നറിയുന്നു. മൺകുടിലിൽ നിന്ന് ഈ സ്വപ്ന ഭവനത്തിലേക്ക് ഈ കുടുംബം എത്തിയിട്ട് അധികകാലം ആയിട്ടില്ല എന്ന നാട്ടുകാർ പറയുന്നത്. മണലാരണ്യത്തിൽ വിയർത്തൊഴുകി നാട്ടിൽ കുടുംബത്തെ അല്ലലറിയിക്കേണ്ട എന്നോർത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഈ കാഴ്ച വല്ലാത്തൊരു നോവാണ്. ഞാനും ഒരു പ്രവാസിയായിരുന്നു. നാടിനെ നടുക്കിയ തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫ്ഫാനുമായി പേരുമല വീട്ടിൽ തെളിവെടുപ്പിനായി വെഞ്ഞാറമൂട് SHOയും സംഘവും ഇവിടേക്ക് വരുന്ന കാഴ്ചയാണിത്. ഉമ്മ ഷെമിയെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും കഷ്ടിച്ച് മരണമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. ഉമ്മ ഷെമിയെ പാർപ്പിച്ചിരിക്കുന്ന സ്നേഹസ്പർശം കെയർ ഹോമിലേക്കും നമ്മൾ പോകും. പിന്നെ മരണം മണക്കുന്ന പേരുമലയുള്ള ഈ വീട്ടിലേക്ക് അനുജൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും പ്രതി അതിക്രൂരമായി എത്തിച്ചു വകവരുത്തിയ ആ ഒരു സംഭവത്തിൻ്റെ തെളിവെടുപ്പാണിത്. ഇത് ഈ കൊലപാതക പരമ്പരയുടെ അവസാനഘട്ട തെളിവെടുപ്പ് കൂടിയാണ്. കാണാൻ പറ്റില്ല. മൈക്ക് ലൈറ്റ് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ലൈറ്റ് ഒന്നും അറിയാൻ പറ്റില്ല. എല്ലാം കാണാൻ പറ്റുന്ന വണ്ടി എടുത്തിരിക്കണം. അവരെ വണ്ടി ഇറങ്ങി കത്തിയെരിയുന്ന വേനൽ ചൂടിൽ പോലീസിനും കുറ്റവാളിക്കും പിറകെ ജീവൻ പണയം വെച്ചോടുന്ന മാധ്യമപ്രവർത്തകർ, വെറും കാഴ്ചക്കാരായി മാറുന്ന നാട്ടുകാർ, കുറ്റവും കുറ്റവാളിയും ചർച്ച ചെയ്യപ്പെടാതെ വീഡിയോ ഇടുന്ന യൂട്യൂബറെ ചീത്ത വിളിക്കുന്ന സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ, പക്ഷം ചേർന്ന് ന്യായീകരിക്കുന്ന വേറെ കുറേ പേർ, വലിയൊരു സമൂഹമാണ് നമുക്ക് ചുറ്റിലും. ഒരു വാർത്ത അണഞ്ഞ് മറ്റൊരു വാർത്തയിലേക്ക് കാലം പോകും. അപ്പോഴും ഒന്നുമറിയാത്ത പാവം 2 പെൺമക്കൾ. അവർക്ക് ചുള്ളാളത്തെ ഉപ്പയുടെയും ഉമ്മയുടെയും വീട്ടിൽ തിരിച്ചെത്തിയാൽ ചങ്കുപൊട്ടുന്ന ഓർമ്മ മാത്രം. ആരറിയുന്നു വേദനയുടെ ആഴവും പരപ്പും? ന്യായീകരിച്ചുകൂടാ. കൊല്ലപ്പെട്ടവരെല്ലാം ഒരിക്കൽ പല രീതിയിൽ സഹായിച്ചവരായിരുന്നു, പ്രത്യേകിച്ച് പണം കൊടുത്ത് സഹായിച്ചവർ. ഇല്ലായ്മ അറിഞ്ഞു ജീവിക്കാൻ ഒരു സമൂഹം പഠിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം വലിയ നഷ്ടങ്ങളാണ്, ഒരിക്കലും നികത്തപ്പെടാനാവാത്ത മഹാനഷ്ടങ്ങൾ. മിക്കപ്പോഴും വാർത്തകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതും കുറ്റവാളിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് കാലക്രമേണ കുറ്റവാളി പലരുടെയും മനസ്സിൽ അനുകമ്പയോടെ ചേക്കേറുന്നതും.
എന്നാൽ നമ്മുടെ വീഡിയോകളിലുടനീളം കാണാം ചുള്ളാളത്തെ വീട്, ഫർസാനയുടെ വീട്, പാങ്ങോട് ഉമ്മൂമ്മയുടെ വീട് ഒക്കെയും. ആ ഉമ്മൂമ്മയുടെ വീട്ടിൽ ഉച്ചയ്ക്ക് തയ്യാറാക്കിയ ചോറ്റുപാത്രം ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു അരിമണി പോലും വെന്തത് കഴിക്കാൻ അന്ന് ഉമ്മൂമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് ചെറുമോൻ അനുവദിച്ചില്ല. ഈ ചെറുമോൻ അവിടെ ഏകദേശം 10 വയസ്സ് വരെ അതോ 11 വയസ്സ് വരെയോ ആ ഉമ്മൂമ്മയുടെ തണലിൽ കഴിഞ്ഞതാണ്. ആ ഉമ്മൂമ്മ ചോറുരുട്ടി വായിൽ വെച്ചു കൊടുത്ത് വളർത്തിയ ചെറുമോനാണ് അഫാൻ. മുകളിൽ നിന്ന് താഴേക്ക് ചൂണ്ടിക്കാട്ടി മതിലിൻ്റെ അപ്പുറത്ത് അന്ന് തയ്യാറാക്കി വെച്ച കല്ലുകളെ കാണിക്കുന്നു. അതിൽ ചവിട്ടി കഴിയാത്ത വിധം ഉയരമുള്ള മതിലിൻ്റെ മുകളിലേക്ക് എങ്ങനെ ഫർസാനയെ വലിച്ചു കയറ്റിയെന്നും എങ്ങനെയാണ് മുകളിലേക്ക് താൻ കൊണ്ടുവന്നതെന്നും വിശദീകരിച്ചു കൊടുക്കുകയാണ് മുകളിൽ നിന്ന്. ഇന്നത്തെ എല്ലാ കേസുകളിലും ഡിജിറ്റൽ തെളിവുകൾ വളരെ നിർണായകമായ പങ്കുവഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വാർത്തയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ സൈബർ സെല്ല് മനഃപൂർവ്വം വീക്ഷിക്കാറുണ്ട്. അതിൽ പറഞ്ഞു പോകുന്ന കമൻറ്റുകളിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് യൂട്യൂബേഴ്സിനും ന്യൂസ് ചാനലുകൾക്കുമൊക്കെ ഓരോ കമൻറ്റും റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അവ മറ്റാരും കാണില്ല. പകരം അത് സൈബർ സെല്ലിലേക്ക് മാത്രം എത്തും. ഇത് പറയാൻ കാരണം, ഒരു വീഡിയോ കാണുമ്പോൾ ക്രിമിനൽസിനെ അല്ലെങ്കിൽ ചെയ്ത കുറ്റത്തെ, ക്രൈമിനെ സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റുകളും വരാറുണ്ട്. കുടുംബത്തെ കുറ്റം പറയുന്നവർ, പിതാവിനെ കുറ്റം പറയുന്നവർ, മാതാവിനെ കുറ്റം പറയുന്നവർ, അങ്ങനെ കുറ്റവാളിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ. അത്തരം കമൻറ്റുകൾ ഇടുന്നവരുടെ സൈക്കോളജി ക്രിമിനോളജിയിൽ വളരെ മാരകമായ ഒന്നായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ സെല്ലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എല്ലാ ചാനലുകാരും ഈ കുറ്റകൃത്യങ്ങളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ സഹായിക്കണമെന്ന് പറയുന്നു. അതും ഒരു ലഹരിയാണ്. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ധാരാളം കുറ്റകൃത്യങ്ങൾ, വാർത്തകളിലുടനീളം നിറയുന്നവ, ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം കാരണമാകുന്ന മാനസിക വ്യാപാരത്തിലേക്ക് ഒരു സമൂഹ മനസ്സാക്ഷി മൊത്തത്തിലേ മാറുന്നുവോ എന്ന് രാജ്യം ഭയക്കുന്നു. അവിടെയാണ് ഇന്ന് ബോധവൽക്കരണ ക്ലാസുകളും ജാഥകളുമൊക്കെ സാമൂഹ്യ പ്രവർത്തകരുൾപ്പെടെ മാധ്യമപ്രവർത്തകരൊക്കെയും അതിൽ പങ്കാളികളായി ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത്. സമൂഹം വലിയ ഒരു മാറ്റത്തിലാണ്. സൂക്ഷിക്കണം, തിരിച്ചു പിടിക്കണം ഈ സമൂഹത്തെ, ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യവുമാണ് എന്നെല്ലാവരും പറയുന്നു. ഇവിടെ ആ നടുത്തളത്തിൽ കെട്ടിക്കിടക്കുന്ന രക്തം ഇപ്പോൾ ഉണങ്ങിയിരിക്കുന്നു. അഫ്സാൻ അവിടെയാണ് അവസാനിച്ചത്. ചില സമയത്ത് വീഡിയോയ്ക്ക് നല്ല ഷെയ്ക്കുണ്ടല്ലേ? സോറി, കാരണം അടുത്ത് നിൽക്കുന്ന സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ക്യാമറ തള്ളി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. സിനിമ ഷൂട്ട് ചെയ്യുന്നത് പോലെ ഇത്തരം സാഹചര്യങ്ങൾ ചിത്രീകരിക്കാൻ സാധ്യമേ അല്ല. നല്ല വെയിലാണ്, പലരും കുഴഞ്ഞു വീഴാറായി ഇവിടെ. പക്ഷേ വീഡിയോയിൽ അതൊന്നും കാണില്ല. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ ഈ വീഡിയോയാണ് ഇന്ന് സമൂഹത്തിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തുന്ന ആശയവിനിമയ മാർഗം. അത് കണ്ടിട്ട് അതിൻ്റെ നോവറിയണം, അതിൻ്റെ വേദന അറിയണം. ഒരു കുടുംബത്തിലും ഒരു കുട്ടിയും ഇനി ഇതിനായി മുതിരരുത്. ഇത് നിസ്സാരമല്ല. ഒരു ജന്മം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുന്ന, ബന്ധനത്തിൽ കഴിയേണ്ടി വരുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധി ഒരുപക്ഷെ അതിശക്തമായി വരികയാണെന്നുണ്ടെങ്കിൽ തൂക്കുകയർ വരെ കിട്ടാവുന്ന കുറ്റങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ധാരാളം കുറ്റകൃത്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുകയാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനമനസാക്ഷി ഉണരണം. ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരു ബോധവൽക്കരണം കൂടിയാണിത്. ആ ശ്രദ്ധയിലേക്ക് വരണം. അല്ലാതെ ഈ കുറ്റം ചെയ്ത പ്രതിയെ കൊണ്ടുവരുന്ന കാണുമ്പോൾ ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരുന്നത് പോലെ, ഒരു രാജകുമാരനെ പോലെ എഴുന്നള്ളിക്കുന്നു എന്നൊന്നും പറയരുത്. അങ്ങനെ കൊണ്ടുപോകുന്നതിന് കാരണമുണ്ട്. കാരണം ഇതുതന്നെയാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ഒരു പ്രതിയെ വാങ്ങുമ്പോൾ അവൻ്റെ ജീവനും അവൻ്റെ ശരീരത്തിനും ഒക്കെ ഉത്തരവാദി എന്ന് പറയുന്നത് അത് ഒപ്പിട്ട് വാങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ആ അന്വേഷണ ഉദ്യോഗസ്ഥരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. അവർക്ക് ഈ ജോലി എന്നും വേണം. അവർക്കും കുടുംബമുണ്ട്. നമ്മളെപ്പോലെ ഓരോരുത്തരും ഓരോ വേഷങ്ങളിട്ട് നമുക്ക് ചുറ്റും ജീവിക്കുകയാണ്. എല്ലാവരും ജീവിക്കട്ടെ. മാധ്യമപ്രവർത്തകരായ ഞങ്ങളും ജീവിക്കുകയാണ്. നാം ജീവിക്കണം, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും വേണം. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ, ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു പാഠം, ഒന്നാമത്തെ പാഠം. ഇവിടെ അങ്ങനെയല്ലല്ലോ. നമുക്കും ജീവിക്കേണ്ട, മറ്റുള്ളവരെ ജീവിക്കാനും അനുവദിക്കില്ല. അതിനെയാണോ ന്യായീകരിക്കേണ്ടത്? ഒരിക്കലുമല്ല.
സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറാൻ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും അയൽവക്കത്തെ കുട്ടികൾക്കും ഒക്കെ കഴിയണം. നിസ്വാർത്ഥമായ സ്നേഹം. ഇന്ന് സ്നേഹത്തിൻ്റെ പേരിൽ ധാരാളം കൊലകൾ നടക്കുന്നു. സ്നേഹിച്ചതിൻ്റെ പേരിൽ മനസാക്ഷിയൊക്കെ മരവിച്ചു പോകുന്നില്ലേ എല്ലാവർക്കും ഇതൊക്കെ കേട്ട്? അതുകൊണ്ട് തിന്മകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു ജനസമൂഹം ഉണർന്നു വരാൻ സമയമായി എന്നുള്ളത് കൊണ്ടാണ്. എല്ലാവർക്കും ഉണ്ട് ഉത്തരവാദിത്വം. കഴിഞ്ഞ തെളിവെടുപ്പുകളിൽ ഉടനീളം നമ്മൾ കണ്ട സ്ഥലങ്ങളിലേക്കാണ് പോലീസ് ഇനിയും പ്രതിയെയും കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് പോകുന്നില്ല. പിന്നെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാഴ്ചയുണ്ട്. അതായത് ഈ പ്രതിയെയും കൊണ്ട് വെഞ്ഞാറമൂടെത്തുമ്പോൾ അവിടെ ചങ്ക് തകർന്നു നിന്ന് ജീപ്പിലിരിക്കുന്ന മകനെ കയ്യാമം വെച്ച് കാണേണ്ടി വന്ന ഒരു പിതാവിൻ്റെ മാനസികാവസ്ഥ. അത് മറ്റ് ചാനലുകളിൽ കാണിച്ചു. അത് കാണാനുള്ള ത്രാണി പോലും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ ഈ സമൂഹത്തിൽ ഒരിക്കലും നടക്കേണ്ടതല്ല. ഒരു ദുർനിമിത്തം പോലെ, ഒരു ദുസ്വപ്നം പോലെ മാച്ചു കളയാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് പലരും ആഗ്രഹിച്ചു പോകുന്ന ചില സംഭവങ്ങളാണ് ഇടുത്തി പോലെ ജീവിതത്തിലേക്ക് വന്നു വീഴുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സാഫ്രോൺ.